അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഈ ശബരിമലയിൽ നിന്നുകൊണ്ടാണ് തൊഴുതിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചിട്ട് സംഗീത സംവിധായകനാകുന്നത്. ശബരിമലയിൽ വെച്ചാണ്. 900-ലധികം കഥാപ്രസംഗങ്ങൾക്ക് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം അതാണ്. കാരണം അച്ഛന് വേണ്ടാന്ന് പറയുകയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ അച്ഛൻ അത് വളരെ പേടിച്ചു. അതിനുശേഷം എൻ്റെ കയ്യിൽ അച്ഛൻ മരിക്കുന്നത് വരെ എൻ്റെ കയ്യിൽ കിട്ടിയ പൈസ എല്ലാം ഞാൻ അച്ഛൻ്റെ കൊടുക്കായിരുന്നു. നമസ്കാരം, ഞാൻ ആലപ്പുഴ ഋഷികേശ്. എൻ്റെ കുട്ടിക്കാലം സത്യത്തിൽ ഞാൻ ജനിച്ചത് ആലപ്പുഴ കാളാത്ത് തോപ്പിൽ വീട്ടിലാണ്. വളർന്നത് മുഹമ്മ വൈക്കത്തുറമ്പ്. അച്ഛൻ രവീന്ദ്രനാഥ പണിക്കർ, അമ്മ രാജമ്മ, ചേട്ടൻ രമേശൻ, ഒരു അനിയനുണ്ടായിരുന്ന ഷിബു മരിച്ചുപോയി, പെങ്ങളാശ. കുട്ടിക്കാലം വളരെ രസകരമായിരുന്നു. ഇവിടെ ഗവൺമെൻറ് LP സ്കൂളിലാണ് 4ാം ക്ലാസ് വരെ പഠിച്ചത്. സത്യം രാവിലെ എന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ ഒരു ടീച്ചറുണ്ട്, തുളസി കുഞ്ഞമ്മ. എൻ്റെ കുഞ്ഞമ്മ അവിടുത്തെ അധ്യാപികയായിരുന്നു. അപ്പോൾ എന്നെ രാവിലെ വന്ന് എന്നെ എടുത്തുകൊണ്ടാണ് 1ാം ക്ലാസ്സിലേക്ക് എന്നെ എടുത്തുകൊണ്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. ആ കാലഘട്ടം സത്യത്തിൽ നാട്ടിൽ വളരെ വിഷമമുള്ള ഒരു കാലഘട്ടമായിരുന്നു. പട്ടിണിയാണ്, മിക്കവാറും വീടുകളിലൊക്കെ തന്നെ പട്ടിണിയാണ്. ഉച്ചവരെ സ്കൂളിൽ വളരെ രസകരമാണ്. കാരണം എല്ലാ കുട്ടികളും വരും. എന്തിനാണെന്നറിയാമോ? ഉപ്പുമാവും പാലും കഴിക്കാൻ. പഠിക്കാനായിട്ട് വരുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞാൽ ആരൊക്കെയാണ് പഠിക്കാൻ വരുന്നതെന്ന് അന്ന് അറിയാൻ കഴിയും. കാരണം ഉച്ച കഴിയുമ്പോൾ 3, 4, 5 അങ്ങേറ്റം പോയ 10 കുട്ടികൾക്ക് അപ്പുറം കാണാറില്ല. ഊണ് കഴിച്ച് കാപ്പി അല്ലെങ്കിൽ ഉപ്പുമാവും പാലും കഴിച്ച് അപ്പോൾ പോവില്ലായിരുന്നു. അതുപോലെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉരം കീറാത്ത ഷർട്ടുള്ളവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഈ മൂട് കീറാത്ത നിക്കറിട്ട് വരുന്നവരും വളരെ കുറച്ച് ആളില്ലേ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൻ്റെ അതാണ്. ബാഗുമായിട്ട് വരുന്നവർ 1, 2 പേരേ ഉള്ളൂ. സത്യത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കാലമായിരുന്നു എൻ്റെ കുട്ടിക്കാലം. പക്ഷേ ഇവിടെ എനിക്ക് വീട്ടിൽ ഒരുവിധം ചുറ്റുപാടുണ്ടായിരുന്നതുകൊണ്ട് അതൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഞാൻ കൊറ്റംകുളങ്ങര സ്കൂളിലേക്ക് പോയി. കൊറ്റംകുളങ്ങര അമ്മ വീടാണ്, അവിടെ കാളാത്ത് അമ്മ വീടാണ്, തോപ്പിൽ. അപ്പോൾ അവിടെ പോയി 4ഉം 5ഉം പഠിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചിവിടെ വന്ന് ആരിക്കര സ്കൂളിലായി. പിന്നെ കണ്ണങ്കര സെൻറ്റ് മാത്യൂസ് ഹൈസ്കൂളിലായി. സെൻറ്റ് മാത്യൂസ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ ഞാൻ ഒരു പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഒരു കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പീറ്റർ എന്ന് പറഞ്ഞൊരു സാറ് സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ വേറൊരു സാറിന് പകരക്കാരനായിട്ട് വന്നിട്ട് ലാസ്റ്റ് പീരീഡാണ് പറഞ്ഞ് ഇന്ന് എല്ലാവരും പാട്ട് പാടണം. അപ്പോൾ എല്ലാവരും പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അവിടുന്ന് പുറകോട്ട് വലിച്ചിരുന്നു. കാരണം എനിക്ക് പാടാൻ പേടിയായിരുന്നു. നിക്കറ് നനയ്ക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റവും പുറകെ പോയിരുന്നു. അപ്പോൾ ബെല്ലടിച്ചു. സാറ് പറഞ്ഞു ബെല്ലടിച്ചാലും ഇനി എല്ലാവരും പാടിയിട്ടേ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും പാടി. ഞാൻ പാടിയപ്പോൾ പീറ്റർ സാറ് കണ്ണു അടച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഒരു പാട്ട് കൂടെ പാടറാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് കൂടെ പാടിച്ചിട്ട് സാറ് പറഞ്ഞു നീ നന്നായിട്ട് പാടുന്നുണ്ട്, അതുകൊണ്ട് ഇനിയുള്ള വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് 2.5 മണിക്കൂർ അവിടെ ഈ അധ്യാപകരുടെ റൂമിൽ ചെന്ന് പാടുന്ന ഒരു പണിയായി. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ അന്ന് പാട്ട് പഠിക്കാൻ ടേപ്പ് റെക്കോർഡറോ മൊബൈൽ ഫോണോ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ അവിടെ അന്ന് സിനിമാ തിയേറ്ററിൽ കാശ് കൊടുക്കുക. സുശീല ഗോപാലിൻ്റെ സിനിമാ തിയേറ്ററാണ്, എനിക്ക് കാശ് കൊടുക്കണ്ട. അപ്പോൾ ഒരു ദിവസം ഒരു സിനിമ കണ്ടാൽ അപ്പോൾ ആ ഒരു സിനിമ തുടങ്ങി എത്രാമത്തെ മിനിറ്റാണ് അടുത്ത പാട്ടെന്നൊക്കെ നോക്കി വെച്ചേക്കും. എന്നിട്ട് സെക്കൻഡ് ഷോ അത് കഴിഞ്ഞിട്ട് മാറ്റിനെ ഉള്ളപ്പോൾ മാറ്റിനൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് ഇതെല്ലാം പഠിക്കുന്നത്. പാട്ട് പഠിക്കുന്നത് അങ്ങനെയാണ്. അന്ന് പാട്ട് കൂടുതൽ പഠിക്കണം. കാരണം എല്ലാ വെള്ളിയാഴ്ചയിലും പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പോൾ പുതിയ പാട്ടുകൾ പഠിക്കാൻ പുതിയ പാട്ടുകൾ പഠിച്ചു തുടങ്ങി. അവിടെ ചെന്ന് തിയേറ്ററിൽ ചെന്ന് പാട്ട് പഠിച്ചു. അങ്ങനെയൊക്കെയാണ് പാട്ട് പഠിപ്പിച്ച് സ്കൂളിൽ പാടാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ സ്കൂൾ വാർഷികം വന്നപ്പോൾ, യൂത്ത് ഫെസ്റ്റിവൽ എന്ന് വന്നപ്പോൾ കായ്പ്പുറം കുശൽ എന്ന് പറയുന്ന നാടകൃത്ത് അവിടെ വരികയും എന്നെ കൊണ്ട് നാടകം അഭിനയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അഭിനയിച്ചു. എന്താ എനിക്ക് അഭിനയത്തൊന്നും അറിയാൻ പറ്റില്ല. പുള്ളി കാണിച്ചെന്നൊക്കെ ഞാൻ അതുപോലെ ചെയ്തു. സത്യത്തിൽ ഏറ്റവും ഫസ്റ്റ് നാടകത്തിന് ഫസ്റ്റ് എനിക്ക് കിട്ടി. ഏറ്റവും നല്ല ഗായകനായിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു. ചേർന്നതിനൊക്കെ പ്രൈസ് കിട്ടുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു വർഷം തന്നെ എനിക്ക് തോന്നുന്നു 10 20 സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പോൾ സ്കൂളിലെ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു അറിയപ്പെടാൻ തുടങ്ങി. സ്കൂളിൽ എല്ലാവർക്കും ടീച്ചേഴ്സിനൊക്കെ എന്നെ വളരെ ഇഷ്ടമായി. കാരണം നല്ല പാട്ടുകാരൻ,
നന്നായിട്ട് അഭിനയിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ വാർഷികം വന്നപ്പോൾ കപ്പലവാങ്കിൽ ജോസഫ് സാർ എന്നാണ് വിളിക്കുന്നത്, പക്ഷേ ഞങ്ങളൊക്കെ വിളിക്കുന്നത് ബേബി സാർ എന്നാണ്. ബേബി സാറ് പറഞ്ഞു, ഋഷി നമുക്കൊരു നാടകം തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ വാർഷികത്തിന് കളിക്കാനായിട്ടൊരു നാടകം എടുത്തു. അപ്പോൾ അതിൽ നായകനായിട്ട് ഞാനാണ് കളിക്കുന്നത്. നാടകം കളിക്കേണ്ട സമയമായി, വാർഷികത്തിൻ്റെ അന്ന് ദിവസം വന്നു. അതിനകത്തൊരു നല്ല വേഷം ചെയ്യുന്ന നാരായണൻ എന്ന് പറഞ്ഞ ഒരാൾ സമയത്ത് മാറിക്കിടന്നു. അപ്പോൾ അതെന്തോ രാഷ്ട്രീയ പ്രശ്നമാണ്. അത് KSUവും SFIയും തമ്മിലൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായി. നാരായണൻ മാറിക്കളഞ്ഞു. നാരായണൻ മാറിക്കളഞ്ഞപ്പോൾ നാടകം നടക്കത്തില്ല. അപ്പോൾ എന്നാൽ ഇയാൾക്ക് പകരം ബേബി സാറ് കയറി അഭിനയിക്കാന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ കളിക്കേണ്ട നാടകത്തിൽ അധ്യാപകൻ കളിച്ചുള്ള പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവിടെ ആകെ പ്രശ്നമായി, നാടകം നടന്നില്ല. അപ്പോൾ ഈ കായപ്പുറം കുശലൻ സാർ എന്ന് പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കൊരു അമച്വർ നാടകം തുടങ്ങാം. അങ്ങനെ അമച്വർ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. എൻ്റെ വീട്ടിലെ ചാവടിയാണ് റിഹേഴ്സൽ ക്യാമ്പ്. റിഹേഴ്സൽ തുടങ്ങുമ്പോൾ ഒരു വൈകുന്നേരം ആകുമ്പോൾ കായപ്പുറം കുശലൻ സാറ് പതുക്കെ അടുക്കളയുടെ അവിടെ ചെന്ന് അമ്മയോട് പറയും, ഞങ്ങൾ 15 പേര്. അമ്മ ഓടാന്ന് പറയും. ഇവിടെ അങ്ങനെയൊന്നും ആർക്കും ആഹാരം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ അമ്മ തന്നെ വരും, എടാ അവിടെ നിന്ന് ചെന്ന് ചേമ്പോ കിഴങ്ങൊക്കെ മാന്തിച്ച് ഇതിന് കുഴയൊക്കെ ഉണ്ടാക്കി കഞ്ഞിയൊക്കെ, ഞാൻ കഞ്ഞിയാണ് കുടിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ രസകരമായിട്ട് 10-15 പേര് ഒരുമിച്ചിരുന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് അങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത്. നാടകം തുടങ്ങി കുറേ നാടകങ്ങൾ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാട്ട് ട്യൂൺ ചെയ്യാൻ ഇവിടെയുള്ള നമ്മുടെ മുഹമ്മയിലുള്ള ഒരു ഭാഗവതർ വരുന്നു. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടത് 500 രൂപയാണ്. ഞങ്ങളിവിടെ പാപ്പാളി അമ്പലത്തിലാണ് ഈ നാടകം ബുക്ക് ചെയ്തിരിക്കുന്നത്. 250 രൂപയ്ക്കാണ് നാടകം. അപ്പോൾ നടികളെ വിടണം, ഓർക്കസ്ട്രയെ വിടണം, ഇതിലെ മറ്റ് ചിലവുകളൊക്കെ വേണം. അതിനായി 250 രൂപയുള്ളൂ. അന്ന് അത്രയൊക്കെ മതി. കാരണം അന്ന് വലിയ ചിലവുകളില്ല. ഒരു നടിക്ക് വന്ന് അഭിനയിച്ചിട്ട് പോകണതിന് 15 രൂപ കൊടുത്താൽ മതി. ഓർക്കസ്ട്രക്കാർക്കൊക്കെ ഒരാൾക്ക് 15 രൂപ വെച്ചാൽ കൊടുത്താൽ മതി. അപ്പോൾ ഇത് മതിയാവും. പക്ഷേ ഇദ്ദേഹത്തിന് പാട്ട് കമ്പോസ് ചെയ്യാൻ 500 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ വിഷമിച്ചു. അപ്പോൾ കായപ്പുറം കുശല സാർ പറഞ്ഞു, അനിയൻ എന്നെ അനിയാന്നാണ് വിളിക്കുന്നത്. അനിയൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പാട്ട്, ഞാനന്ന് ഈ സിനിമ മാസികയിൽ വരുന്ന സിനിമയ്ക്കൊരു ഗാനം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, എല്ലാ മാസവും സിനിമ മാസികയിൽ വരുമായിരുന്നു. അപ്പോൾ എന്നാൽ അതിൽ ട്യൂൺ ചെയ്തിട്ട് ഞാനിങ്ങനെ കേൾപ്പിക്കും. അപ്പോൾ ഇവരൊക്കെ ഇഷ്ടമായത് കൊള്ളാൻ നന്നായിരിക്കും എന്നൊക്കെ പറയാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് കുശല സാറ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അനിയൻ തന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ അടുത്ത് തൈവിളി എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രകാശൻ പറഞ്ഞ് നമുക്ക് ശബരിമലയ്ക്ക് പോകാമെന്ന് പറയും. അങ്ങനെ പ്രകാശൻ്റെ കാറിൽ ഞാനും കുശല സാറും ഞങ്ങളെല്ലാവരും കൂടെ ശബരിമലയ്ക്ക് പോയി. പമ്പയിൽ ചെന്ന് കുളിച്ച് ഞങ്ങൾ അന്ന് ഇന്നത്തെ കൂട്ട് തിരക്കൊന്നുമില്ല. ഞങ്ങൾ ചുമ്മാ ഫ്രീ ആയിട്ട് നടന്നു പോവാണ്. കാരണം അവിടെ ഒന്നും ആരുമില്ല. ഇത് 71 കാര്യമാണ് ഞാൻ പറഞ്ഞത്. 71 അന്ന് ഒരു തിരക്കുമില്ല ശബരിമലയിലൊന്നും. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ തൊഴുത് കൊണ്ടിരിക്കുമ്പം കുശലൻ സാറ് പറഞ്ഞ്, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട ആ പാട്ടിങ് എടുത്തോന്ന് പറഞ്ഞ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ശബരിമലയിൽ നിന്നുകൊണ്ടാണ് തൊഴുതിട്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചിട്ട് എന്നാണ് ഞാൻ പാട്ട് ചെയ്യുന്നത്. അത് പാട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനും കുശലൻ സാർ ഒരുവിധം പാടും. പാടാത്ത പ്രകാശം പോലും പാടി പഠിച്ചു. കാരണം തിരിച്ചു വരുമ്പോൾ അന്ന് ടേപ്പ് റെക്കോർഡറൊന്നും ഇല്ല. ഇത് ഇവിടെ വരുമ്പോൾ ഓർത്തിരിക്കണമല്ലോ. ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ച് അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായി ഒരു സംഗീത സംവിധായകനാകുന്നത്. ശബരിമലയിൽ വെച്ചാണ്. അവിടുന്ന് വന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ അമച്വർ നാടകങ്ങളൊക്കെ ഇവിടെ ഒരുപാട് നാടകങ്ങൾ അന്ന് അമച്വറുണ്ട്. അമച്വർ എന്ന് ഞാൻ പറഞ്ഞ ക്ലബ്ബ് നാടകങ്ങളാണ്. ഇന്നത്തെ ഈ തിയേറ്റർ നാടകങ്ങളല്ല. CL ജോസിൻ്റെത്, മരട് രഘുനാഥിൻ്റെത്, PR ചന്ദ്രൻ്റെ, അങ്ങനെ അന്നത്തെ നാടകൃത്തുകൾ ഒരുപാടാണ്. അന്ന് പുസ്തകങ്ങൾ ഇറങ്ങും. അപ്പോൾ ഈ ഓരോ സ്ഥലത്ത് ഓരോ ക്ലബിലും എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ, ഇവിടെ കളിക്കുന്ന നാടകം തന്നെ ആയിരിക്കും അടുത്ത സ്ഥലത്ത്, പക്ഷേ പാട്ട് വേറെ ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ പാട്ട് എഴുതാൻ വേറെ ആളുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് പാട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ 1500ഓളം നാടകങ്ങൾക്ക് സംഗീതം ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. കാരണം ഒരു വർഷം 50, 55, 60 നാടകത്തിന് അന്ന് അമച്വർ നാടകങ്ങൾ തന്നെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കാലഘട്ടത്തിൽ KL ജോർജ് എന്ന് പറയുന്ന പുത്തനങ്ങാടിയിലെ അന്ന് നടൻ, അന്ന് അദ്ദേഹം അവിടുത്തെ ഒരു സംവിധായകൻ കൂടെയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വിളിച്ചു തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് വിളിച്ചു. ഞാൻ നാടകങ്ങളുടെ ഒരു സംഗീത സംവിധായകനായി. ആ ഇടയ്ക്കാണ് കായപ്പുറത്ത് പ്രകാശൻ എന്ന് പറഞ്ഞൊരു കാഥികൻ കഥ പഠിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ കായപ്പുറം കുശലൻ സാറാണ് അന്ന് കഥ എഴുതുന്നത്.
അപ്പോൾ അദ്ദേഹം കഥ എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അന്ന് കമ്പോസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കഥാപ്രസംഗം കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ അന്ന് ഒന്നും പാട്ട് ട്യൂൺ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ അവിടെ ചെന്നു. ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് ഞാൻ ഇരുന്നു കമ്പോസ് ചെയ്തു. 24 പാട്ട് 3-4 ദിവസം കൊണ്ടാണ് കമ്പോസ് ചെയ്തത്. പാട്ടുകളെല്ലാം ഇഷ്ടപ്പെട്ടു. അതോടുകൂടി പിന്നെ ഇങ്ങനെ പൊതുവെ ആളുകളൊക്കെ എന്നെ കഥാപ്രസംഗത്തിന് കമ്പോസ് ചെയ്യാൻ തുടങ്ങി, വിളിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 900-ലധികം, അതായത് കൈരളി ചാനലിൻ്റെ കഥ പറയുമ്പോൾ എന്നുള്ള ഒരു പരിപാടി, അത് 7 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഒരാൾ. പക്ഷേ എങ്കിൽ പോലും അത് എണ്ണം പറയുമ്പോൾ ഒരെണ്ണം പറയണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ 900-ലധികം കഥാപ്രസംഗങ്ങൾക്ക് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ്. നേരത്തെ ഞാൻ 3-4 ദിവസം കൊണ്ട് ചെയ്തിരുന്ന പാട്ട് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഇപ്പോൾ ഒരു 2-3 മണിക്കൂർ കൊണ്ട് 30 പാട്ടൊക്കെ ചെയ്തു പോകാനുള്ള ഈശ്വരാധീനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു എൻ്റെ എല്ലാം ഭാഗ്യമാണത്. പിന്നെ അന്ന് ആദ്യകാലത്തൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടിൽ സത്യത്തിൽ അച്ഛന് താല്പര്യമില്ല. അച്ഛന് വലിയ താല്പര്യമില്ല. എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരൊക്കെ പറയുന്നത് ഏതായാലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാകണം, അങ്ങനെ പോയാലേ ജീവിതം നന്നാവൂ എന്നൊക്കെ ഉള്ളത്. അവർ ഓർത്തഡോക്സ് സ്റ്റൈലിലാണ് അവരുടെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നത്. അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ്. അമ്മയുടെ സർവ്വ വിധത്തിലുള്ള സഹായങ്ങളും ഈ കലാരംഗത്ത് ഇറങ്ങാനുണ്ടാകുമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് പോയി ഒരു നാടകത്തിന് സംഗീതം ചെയ്തിട്ട് ആ നാടകം എറണാകുളം ഫൈൻ ആർട്സ് ഹാളിൽ കളിക്കുമ്പോൾ ഈ അയൽവക്കത്ത് വീട്ടിലെ ലക്ഷ്മി ചേച്ചിയും എൻ്റെ മൂത്ത അമ്മാവനും ഒക്കെ ആയിട്ട് ഇവർ ഫൈൻ ആർട്സ് ഹാളിൽ നാടകം കാണാൻ വന്നു. അപ്പം ഞാനാണന്ന് പാടുന്നത്. അപ്പോൾ പാട്ട് പാടുമ്പോൾ അമ്മാവനെ തട്ടി പിടിച്ചിട്ട് പറയാം, കേട്ടോടാ അവനാണ് പാടുന്നത്, കേട്ടോ കേട്ടോ എത്ര. അപ്പോൾ അമ്മ അത്രയും എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ അമ്മയ്ക്ക് അത്രയും താല്പര്യം ഉണ്ടായിരുന്നു. ഭാവിയിൽ കുറച്ചു കാലം കഴിഞ്ഞു, അമ്മ മരിച്ചതിന് ശേഷം സത്യത്തിൽ എനിക്ക് സങ്കടകരമായ കാര്യം, ആദ്യമായി 100 രൂപ സംഗീതം ചെയ്ത വകയിൽ കൈ കിട്ടിയത് കൊണ്ട് ഞാൻ കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അച്ഛൻ പറഞ്ഞു, എനിക്ക് കാശ് വേണമെന്ന് പറഞ്ഞു. നിന്നെ ഈ പരിപാടി നടത്തിയിട്ടുള്ള കാശൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പോക്കറ്റിൽ വെച്ചിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അമ്മ വിളിച്ച്, നീ എവിടെ പോവാ? അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്ങനെ കായപ്പുറം കുശല സാറിനെ കൊണ്ട് പോകണം, എന്നില്ല ആ അച്ഛൻ്റെ കൊടുത്ത പൈസയ്ക്ക് ഒത്താന്നുള്ള എന്നിട്ട് പൈസ അമ്മ മേടിച്ചിട്ട് അമ്മ അച്ഛനോട് പറയാണ്, പിള്ളേർ പൈസ ആയിട്ട് വരുമ്പോൾ പൈസ വാങ്ങിയില്ലെങ്കിൽ അവർ പോയിട്ട് എന്താ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. ഭാവിയിൽ അമ്മ മരിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം വരുമ്പോൾ അച്ഛനിങ്ങനെ വാതുക്കൽ താടിക്കൈയും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താ വെച്ചാൽ വിഷമിച്ചിരിക്കുന്നു? ആ പാടത്തുനിന്ന് പണിക്കാർ വരും, അവർക്ക് പൈസ കൊടുക്കണം, തേങ്ങക്കാരൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഒരു വർക്കൊക്കെ കഴിഞ്ഞ് 10,000-10,000 രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര രൂപ വേണം? ഒരു 3,500 രൂപ കൊടുക്കണം. ഞാൻ 3,500 രൂപ കൊണ്ട് കൊടുത്തു, അച്ഛൻ്റെ കൊടുത്തു. അച്ഛനത് വാങ്ങി. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം അതാണ്. കാരണം അച്ഛന് വേണ്ടാന്ന് പറയുകയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ കൊണ്ട് കൊടുത്തപ്പോൾ അച്ഛൻ അത് വളരെ പേടിച്ചു. അതിന് ശേഷം എൻ്റെ കയ്യിൽ അച്ഛൻ മരിക്കുന്നത് വരെ എൻ്റെ കയ്യിൽ കിട്ടിയ പൈസ എല്ലാം ഞാൻ അച്ഛൻ്റെ കൊടുക്കാമായിരുന്നു. അത് അച്ഛൻ എന്ത് ചെയ്തെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, ഞാനത് ചോദിക്കാൻ നിന്നിട്ടുമില്ല. എല്ലാ കാശും ഞാൻ അച്ഛന് കൊടുക്കുമായിരുന്നു പതിവ്. അതുകൊണ്ട് തന്നെ കരോളം ചന്ദ്രൻ, ആ കാലത്ത് NP തിരുവിക്രമപിള്ള, രാജൻ കിഴക്കൻ, അഡ്വക്കേറ്റ് മണിലാൽ, ഇവരൊക്കെ അന്ന് ഇവിടെ വരികയും ചാവടിയിൽ താമസിക്കുകയും അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അത് അച്ഛൻ അവിടെ വന്നാൽ ആഹാരം കഴിച്ചിട്ട് പോകണം, നിർബന്ധമായ കാര്യമാണ്. ഒരു രസകരമായ സംഭവമുണ്ട്. NP തിരുവിക്രമപിള്ള എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ ഒരിക്കൽ ഞാനിവിടെ ഇല്ലാത്ത ദിവസം വീട്ടിൽ വന്നു. അദ്ദേഹം വന്നത് ഒരു 4 മണിയോടുകൂടിയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. ഭക്ഷണം വന്നപ്പോൾ പുള്ളി എന്തോ കഴിച്ചിട്ട് മാറി ചാവടിയുടെ കിഴക്കൻ മുറി കയറി കിടന്നുറങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരമായിട്ടും ഞാനും എത്തിയില്ല. ഈ സാറിനെ അച്ഛൻ വിളിച്ചിട്ട് സാർ എഴുന്നേക്കുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വന്ന സാറിനെ കഥയിൽ ഇടിച്ച് വിളിച്ചപ്പോൾ സാറ് എഴുന്നേറ്റു. ആ ഋഷി ഒന്ന് ഉറങ്ങിപ്പോയെന്നാണ് പുള്ളി പറയുന്നത്. 2 ദിവസം ഉറങ്ങി എന്നുള്ള കാര്യം അറിയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു, സാർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കുളിക്കാൻ പറഞ്ഞു, കുളിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് സാറ് മാറിയിട്ട് ഷർട്ടും മുണ്ടുമൊക്കെ അച്ഛൻ വേലക്കാരെ കൊണ്ട് കഴിയിച്ചൊക്കെ ഇടിച്ചു, അതെല്ലാം തേച്ച് വൃത്തിയാക്കി. സാറ് പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ പുള്ളിക്ക് വണ്ടിക്കൂലിയില്ല. അതിനാണ് പുള്ളി വന്നത്. വണ്ടിക്കൂലി മേടിച്ചിട്ട് ഋഷിയെ കണ്ട് വണ്ടിക്കൂലി മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഉടനെ ഒരു 500 രൂപ എടുത്ത് എൻ്റെ തന്നു. ഞാൻ 500 രൂപ എടുത്ത് സാറിന് കൊടുത്തു. അപ്പോൾ സാറിനെ കൊണ്ട് ആലപ്പുഴയിൽ പോയി. ആലപ്പുഴ ചെന്ന് ഇവിടെ ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റാളിൽ കയറി. അദ്ദേഹം ഈ വണ്ടിക്കൂലിയില്ല വന്ന മനുഷ്യനാണെന്ന് ഓർക്കണം. 500 രൂപ ഞാൻ കൊടുത്തതും കൈവച്ച് അവിടെ വന്നിട്ട് 350 രൂപയുടെ പുസ്തകം പുള്ളി അവിടുന്ന് മേടിച്ച് കയ്യിൽ വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ,
ഇപ്പൊ ഒരു മനുഷ്യൻ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ വായന തന്നെ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയ ഒരു കാലഘട്ടത്തിൽ പുള്ളി ഈ ഇതെടുത്ത് കൊണ്ട് വിക്രമുള്ള സാറ് അപ്പൊ 350 രൂപയുടെ പുസ്തകം മേടിച്ചിട്ടാണ് തേവലക്കരയ്ക്ക് പോയത്. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് അച്ഛൻ അവരെ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അവരെല്ലാം വരികയും എല്ലാവരും ഇപ്പൊ കരോളം ചന്ദ്രൻ തന്നെ വന്നിട്ട് വീട്ടിലെ റായത്തിങ്ങനെ കിടന്നിട്ട് പറയും ഞാനാണ് ഇവിടുത്തെ മൂത്തമാനെന്ന് പറയും അച്ഛന്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അവരെല്ലാം വന്ന 4-5 ദിവസമൊക്കെ ഇവിടെ തങ്ങിയിട്ടാണ് പോകുന്നത്. അതൊക്കെ വളരെ അമ്മ മരിച്ചതിന് ശേഷമാണ് ഇവരൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പിന്നെ സത്യത്തിലും പറഞ്ഞാൽ ഞാനും ചേട്ടനും ചേട്ടത്തിയും അച്ഛനും ഒക്കെ മാത്രമായി. അപ്പൊ അതുകൊണ്ടാണ് ഇവരെല്ലാം വരികയും സത്യം പറഞ്ഞ ഈ കിഴക്കുവശമുള്ള മാവിന്റെ ചുവട്ടിലൊക്കെ കിടന്നുറങ്ങുക, കൂട്ടം കൂടി ഇരിക്കുക. ഞാൻ സത്യത്തില് ആദ്യകാലത്ത് 71 തിരുവനന്തപുരത്ത് നാടകത്തിന് പോകുമ്പോൾ തിരുവനന്തപുരം ഉഷസ് എന്ന് പറയുന്ന പ്രഫുലകുമാറിന്റെ സമിതിയിലാണ് ഞാൻ ആദ്യമായിട്ട് സംഗീതം ചെയ്യാൻ പോകുന്നത്. അത് പോകുമ്പോൾ 8 രൂപയാണ് ആലപ്പുഴ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 40 പൈസ കൊടുത്താൽ മുഹമ്മയിൽ നിന്ന് ആലപ്പുഴ ഇപ്പോൾ ഇറങ്ങും. അപ്പോൾ അവിടുന്ന് 8 രൂപ കൊടുത്ത് തിരുവനന്തപുരത്ത് പോയി ഇറങ്ങും. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ബ്രാഹ്മിൺസിന്റെ ഹോട്ടലുണ്ട്. ചപ്പാത്തിയും കറിയും ചായയും കൂടെ 25 പൈസ മതി. സത്യം പറഞ്ഞാൽ അന്നൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞാനീ പോകുമ്പം എന്നോട് തൈവളിയിലെ ലക്ഷ്മി ചേച്ചി ചോദിക്കും, അടുത്ത വീട്ടിലെ ചേച്ചി ചോദിക്കും, ചേച്ചിയുടെ മൂത്ത മോനും ഞാനും പ്രകാശനും ഞാനും ഒരു പ്രായമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും ഇന്ന് എവിടെയാ പരിപാടി എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ തിരുവനന്തപുരത്താ. തിരുവനന്തപുരം വരെ വണ്ടിക്കൂലി എത്രയാവും? അപ്പം ഞാൻ 8 രൂപ 8 9 ഒരു 10 രൂപ 25 രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് 25 രൂപ ചേച്ചി തരും. അത് ഈ അവർ മരിക്കുന്നവരെ എനിക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ ഞാൻ ഈ പൈസയായിട്ട് പോയാലേ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ എങ്ങോട്ടാണ് പറഞ്ഞത് അവിടെ ആള് വരും, കൊണ്ടുപോകും. അങ്ങനെയായിരുന്നു ആദ്യകാലത്തൊക്കെ. ഞാൻ ഈ ഫോൺ ചെയ്തൊരു കാര്യമുണ്ട്. 450 പേരുടെ ഫോൺ നമ്പർ എനിക്ക് കാണാതെ അറിയാമായിരുന്നു. അന്ന് ഈ 1 രൂപ കോയിനിട്ട് വിളിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ 1 രൂപ കോയിനിട്ട് വിളിക്കും, 450 പേരെ വിളിക്കും. അത് കഴിഞ്ഞപ്പോൾ പേജർ എന്ന് പറഞ്ഞൊരു സാധനം എൻ്റെ കയ്യിൽ വന്ന് ഞാൻ അതെടുത്ത് അരയിൽ കെട്ടിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഈ നമ്പർ സേവ് ചെയ്ത് വെക്കാവുന്ന ഒരു പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് മൊബൈൽ ഫോൺ വന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ 2 മൊബൈലിൽ 2 സിമ്മുണ്ട്. ഒരെണ്ണത്തിൻ്റെ നമ്പർ എനിക്കിപ്പോൾ അറിയാവുള്ളൂ, മറ്റേ നമ്പർ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് അന്നത്തെ കൂട്ട് ഈ 400-450 നമ്പരൊന്നും ഓർത്തിരിക്കാൻ മറവി, ഇതൊക്കെ ഈ ഇതുകൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള നേട്ടം അതാണ്. ഈ ശരിക്കും മറവി ഉണ്ടാകും. നമ്മൾ ഫോൺ നമ്പറൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം അതിൽ നോക്കിയാൽ കിട്ടുമല്ല. ഈ ഫോൺ അതിലേക്ക് നോക്കിയാൽ നമ്മൾ ഏത് നമ്പർ വേണമെന്ന് പറഞ്ഞാൽ ആ നമ്പർ നമുക്ക് കിട്ടും. മറ്റത് അതല്ല, നമ്മൾ ഓർത്ത് മനസ്സിൽ വെച്ചിട്ട് വിളിക്കുകയാണോ ഓരോരുത്തരെ ഫോൺ കോയിനിട്ട് വിളിക്കുന്നത്. അതൊക്കെ കാലം പോയി ഇത് വന്നത്. സത്യം പറഞ്ഞാൽ മൊബൈൽ ഫോൺ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്.